ഞാൻ അതായിട്ട് ഇങ്ങോട്ട് വന്നത് പണ്ട് ഓടിച്ചാൽ നിന്റെ പ്രായത്തൊക്കെ ഓടിച്ചാടിയാന്ന് നോക്കിയതല്ലേ? ഇപ്പൊ പറ്റില്ല. തേങ്ങത്തെ ശശിയുടെ ഇത് ശശി പറ്റി നിങ്ങൾ അപ്പാണ് അപ്പോൾ പ്രായത്തിൽ വന്നിട്ട് പഠിച്ചാണ്. ഇറക്കി ഉണ്ടല്ലോ, ഇറക്കി കുട പിടിച്ചുകൊണ്ട് വരണ്ടല്ലോ. ഇതൊരു വഴിയാണല്ലോ, ഇവിടെ കൂടെ ഉണ്ടോ വഴി? അതൊന്നുമില്ല. കരാട്ടെ ക്ലാസ്സിന് പോകണം, യോഗ ക്ലാസ് പോകണ്ടേ? എനിക്ക് യോഗ ക്ലാസ് പോകണമെന്നുണ്ട്. ഫ്രീയാ, ഫീസൊന്നുമില്ല. ആ ചെറിയ വഴി എങ്ങോട്ടാ പോണേ? ആ ചെറിയൊരു പണ്ട് നടന്ന വഴി അങ്ങനെ പോന്നിട്ട് ഇങ്ങനെ പോയി വായത്തെ മെത്തി തുറന്ന് പോകാറുണ്ട് അങ്ങോട്ട്. ഞങ്ങളെ സ്കൂളിൽ പോകുമ്പോ അതില്ലേ ആ മണ്ട് വീട് നമ്മളെ കനാല് അതിന്റെ അങ്ങോട്ട് കയറാറുന്നു. ഇതിലെങ്ങനെ കറങ്ങി പോവാ അല്ലേ? കറങ്ങിയാ പാടത്തേക്കും അല്ലേ? ശരി ശരി. നമ്മൾ വാര്യത്തെ കുളത്തിലേക്കാണ് പോകാൻ പോണേ ഗൈസ് അല്ലേ? പൊട്ടനെ കണ്ടു ഇപ്പൊ. ഇതൊരു വീടാണല്ലേ? ഓ ഓ റബ്ബർ പുര അല്ലേ? ഇപ്പൊ ആരാ താമസിക്കണേ? അനൂപിന്റെ അമ്മയാണ്. അങ്ങേ അകലെ ഒരു പാടം കാണുന്നുണ്ട്. അവിടെ വരച്ചു വന്നപ്പോ നമ്മളൊക്കെ ചുറ്റുവെക്കാൻ കഴിയായിരുന്നു. ഞാനൊക്കെ കുളിക്കാൻ പോവാൻ വാര്യത്തെ കുളത്തിലെ കുളപ്പുരയിലേക്ക് എത്തിയിട്ടാണ്. മോട്ടർ വെള്ളം അടിച്ചത് അങ്ങോട്ടോ കൂടെ ഈ ടാങ്ക് ഉണ്ടോ? ഈ ടാങ്കിൽ വെള്ളം അടിക്കും. എന്നിട്ട് വെള്ളം കൊണ്ടു പോത്ത്
മുഴുവന്നൂർ വാര്യം അവരുടെ സ്ഥലമാണ്. ചക്ക അല്ലേ? അതേത് വഴിയാ? ഇത് അവരുടെ വീട്ടിലേക്കുള്ള വഴി. അച്ഛാ ഇവിടെ ആന വരുന്നുണ്ടോ? ആന ആനയൊന്നുമില്ല. തപ്പോ അമ്പലമാണ്. ഇല്ല. നോക്കാം. അതാണ് കാട്ടുകോഴി. കാട്ടുകോഴിയുണ്ട്. അങ്ങോട്ട് പോവാം, വെള്ളത്തിൽ കുളിക്കാൻ പോവാം. അവരുടെ വാര്യത്തേക്കുള്ള വഴിയാണ്. നേരെ തിരിച്ചു പോവാം. വരൂ, നീ പറ, എന്തെങ്കിലും പറ. ഇവിടെ അപ്പം നമ്മൾ ഇവിടെ കുളത്തേക്കുള്ള വഴിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാവ് ഇവിടെയുണ്ട്. നല്ല സ്ഥലം കേട്ടോ, നല്ല സ്ഥലമാണ്. പക്ഷികളുടെ നിറയെ ശബ്ദങ്ങളുണ്ട്. ഇവിടെ മാത്രമാണ് ഉണ്ടാവും. അപ്പൊ അന്ന് പറഞ്ഞ ടാങ്കാണ്. ഈ ടാങ്കിൽ വെള്ളം അടിച്ചേറ്റ് മാറ്റി കൊണ്ടുപോകും. അവിടെ ഒരു ടാങ്ക് ഉണ്ടല്ലോ അല്ലേ ഗായ്സ്? ഇവിടെ ഒരു ടാങ്ക് ഉണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? പണ്ട് കാലത്ത് യൂസ് ചെയ്യുന്ന ടാങ്കാണിത്. മുത്തശ്ശൻ്റെ ചെറുപ്പകാലത്ത് നടക്കുന്ന കഥകളാണ് ഇപ്പോൾ പറയുന്നത്. ഫൈനലി നമ്മൾ എത്തി ഗായ്സ്. കുളപ്പുര. എത്ര കൊല്ലം പഴക്കമുണ്ടാവും ഈ ടാങ്കിനല്ല, ഈ ഇവരുടെ വാര്യത്തിന്? 100 വർഷം കൂട്ടും ഉണ്ടല്ലോ. കുട്ടന്മാരിന് മുമ്പ് മറ്റേ 2 വാരന്മാരിലാവും. കുട്ടന്മാരാകുമ്പോൾ അവരെ ഏറ്റവും വലിയ ഗംഭീരം. ശരിയല്ല, തെറ്റാണ് നോക്കണം. പായലാത് ആഴം അങ്ങോട്ട് പോകുന്ന ആഴം കൂടുന്നു. ഇതുണ്ടോ, പടിയുണ്ടോ? പടി നല്ല തണുപ്പാ വെള്ളത്തിന്. പണ്ട് കുറച്ചും കൂടെ നന്നാക്കിയില്ലേ? നേരത്തെ ഇതിനൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുമായിരുന്നു. അല്ല പിന്നെ നന്നാക്കി ഇടയ്ക്ക് നോക്കൂലേ. അത് പെണ്ണുങ്ങളുടെ കളവ്. രണ്ട് കടവുണ്ട്, ഇതിലൊരു കടവാണ് അല്ലേ? സോമൻ സാർ സുഹൃത്തിമാത്ത കുളിക്കാൻ വന്നോളൂ. അവര് കാലത്തെ വരുവുള്ളൂ. അപ്പൊ ടീച്ചറും കുളിക്കാൻ വരും. തെറ്റെന്ന് പറഞ്ഞു. നന്നായി അച്ഛൻ കേട്ടേ ഇതാതെ അവിടെ ഇരുന്നോ, കുഴപ്പമില്ല. മീൻ കൊത്തൂട്ടോ, മീൻ കൊത്തു തന്നെ. ആരെങ്കിലും മീൻ കൊത്തോളി. മീൻ മേലെ പതുക്കെ നുള്ളും. തണുപ്പുണ്ടോടി? പറയ, എന്തെങ്കിലും പറ. വീഡിയോയിലേക്ക് വേണ്ടിട്ട് നമ്മൾ പറ, യൂട്യൂബിലിടാനുള്ള. നോക്ക്, കാവ് എന്തെങ്കിലും പറയൂ. മുടി മര്യാദക്കിടും. കാവിന്റെ മുടി ഒന്ന് മര്യാദക്കിട്ടെ. ഇതില് മീന് അങ്ങനെ ഇല്ല, ചെറുതായിട്ടേ ഉള്ളൂ. മുഴിയൊക്കെ അടിയില്ലേ ഉണ്ടല്ലേ? തൊട്ടോ. ആ തണുപ്പിന് വേണ്ടി അതൊക്കെ നിങ്ങൾ വരാൻ പറഞ്ഞത്. തണുപ്പ് അനുഭവിക്കാൻ വേണ്ടി, അതിന്റെ സുഖറിയാൻ വേണ്ടി. ആദ്യം ഉണ്ടായിരുന്നു വെള്ളം പുറത്തേക്ക് പോകാനുള്ളത്. പിന്നെ വെള്ളം ഒരുപാട് താങ്ങ് തുടങ്ങിയപ്പോ ഇതിലാക്കി. അതിനൊക്കെ കുറച്ചും കൂടി താഴ്ത്താണല്ലോ അല്ലേ? പിന്നെ അപ്പഴാണ് പാടം. തൊട്ടപ്പുറം ആ പാടത്തിൽ കുടിച്ച് കഴിയുമ്പോ കാണിച്ചു തരാം. പാടത്തോടെ പോകണ്ട, പോകാൻ വഴിയില്ല. പാടത്തോടെ വലയിടത്തും പോയാൽ മതിയോ? ഇവിടെ വീട്ടിലേക്ക് പോകണ്ടേടാ.
അല്ല ഒന്ന് മുങ്ങി കയറിയാൽ സുഖം ഉണ്ടാവും. അന്ന് കുളിച്ചോളൂ. സോപ്പ് എടുത്തോളാം. സൂപ്പിടത്തില്ല, വെറുതെ കുളിച്ചിട്ട് പോവാ കേട്ടോ. വെറും കുളി, വെറും കുളി. ചാടി നമ്മള് കലങ്ങൂല്ലേ. ഞാൻ കുളിക്കുന്നത് ഇറങ്ങി തെറ്റിപ്പോവും. അതുകൊണ്ട് ഇങ്ങനെ പതുക്കെ ഇറങ്ങിയിട്ട് ഇതൊക്കെ തെറ്റുണ്ടോ തെറ്റണ്ടോ അത് നോക്കണേ. നോക്കി, രണ്ടുപേരും നോക്കിയേ. നിങ്ങൾ പതുക്കെ ഒരാൾ വാങ്ങടെ. ആ അത് ഇതിലെ മാറ്റി അത് തെറ്റുന്നേ. ഇതിലെ വാ. തോർത്തോട് വയ്ക്കൂ, തോർത്ത് വെക്കാതെ തോർത്തപ്പുറത്ത് വയ്ക്കൂ. വെറും കുളിച്ചാ മതി. വെക്കാതെ അത് കുഴപ്പമില്ല. അവിടെ കൈ പിടിച്ച് വെച്ചോ വെച്ചോ. കൈ പിടിച്ചോ. ആ എനിക്ക് ഇവിടെ ഇറങ്ങി, അവിടെ ഇറങ്ങി. ആ പതുക്കെ ഇറങ്ങ. തെറ്റുണ്ടോ? അടുത്ത സ്ഥലത്ത് ഇറങ്ങി ഇറങ്ങി. പാൻറ് നനഞ്ഞോട്ടെ, നല്ല നനഞ്ഞോട്ടെ കേട്ടോ. ആ വിട വിട പേടിയാണ്. അവിടെ ഇറങ്ങിക്കോ, അവിടെ ഇറങ്ങി നിൽക്ക്. ആ നിക്കടി ഇറങ്ങി. ആ നീ മോള് പതുക്കെ മുങ്ങി വെക്ക്. അങ്ങനെ ആ ഇരുന്നോ. പേടി എന്തിനാ? അവിടെ ഇരുന്നാലും തണുക്കോളൂ, തണുപ്പോലുള്ളൂ. അവിടെ തെറ്റും. അടുത്തേക്ക് വന്നേ, ഇപ്പുറത്തേക്ക് വരൂ. ഇങ്ങോട്ട് വാ. വെള്ളത്തിക്ക. ആ അത് നിക്കവിടെ, ഇരിക്കവിടെ. ഇറങ്ങി ഇരുന്നോ, ഇരിക്കടി അവിടെ. ഇരിക്ക അവിടെ. വീഴുന്ന പോലെ സോണ്ട് വീഴുന്നു. ക്യാമറയ്ക്ക് വെള്ളം വീഴും. അച്ഛൻ മുറ്റത്ത് നീങ്ങുന്നു. ഇവിടെ മീനുണ്ടോ? വലിയ മീനുണ്ടോ? വലിയ മീനുണ്ട്. ഇത് മുഴിയൊക്കെ, മുഴി, ഗ്രാല്, കാരി ഉണ്ട്. ചെറിയ മീനുണ്ടോ? അതേടാ, ചെറിയ മീനുണ്ട്. മണലി, ആരോ അതിന്റെ കുഞ്ഞൊക്കെ ഉണ്ട്. മണലി എന്ന് പറഞ്ഞ സാധനം അത് കാണാത്തത്. ഈ ചെറുതല്ലേ? ഇല്ല, ചെറുതിനകത്ത് മണലി വേറെ ഉണ്ട്. ഉണ്ടേ, ഇത് പരല്. ആ മൂത്ര ഒരു കാര്യം ചെയ്യാം, നമുക്കിനി വൈൻഡപ്പ് ചെയ്ത് എന്നിട്ട് നമുക്കിത് കഴിഞ്ഞിട്ട് നമുക്ക് തുടരാം. ഇത് കിടന്നാ ഇത് കയറും. ഏത്? ഈ പായലിന്റെ അംശേ. അതുകൊണ്ട് അധികം അനക്കരുത് അല്ലേ? അനക്കരുത്. ഓക്കെ, പിന്നെ കാണാം. ഗായ്സ്, ഇത് പെണ്ണുങ്ങളും പിന്നെ കുഞ്ഞു പിള്ളേരും കുളിക്കുന്ന സ്ഥലമാണ് ഇവിടെ. ഇവിടെ വെള്ളം കോരി ഒഴിച്ച് പെണ്ണുങ്ങളെ കുളിപ്പിക്കാൻ സ്ഥലമുണ്ട്. പിള്ളേരെ കുളിപ്പിക്കാനുള്ള സ്ഥലമാണ് ഗായ്സ് ഇത്. അപ്പോൾ ഇവിടെ ആരുമില്ല. ഇവിടൊക്കെ ഇതാണ്. നമ്മളെ വീട് കണ്ടോ? അതാണ് മുത്തശ്ശിയുടെ, എൻ്റെ ഭാര്യയുടെ ശോഭൻ്റെ വീട്. ഇതാണോ അമ്മൂമ്മയുടെ വീട്? അതാ ആരും കളഞ്ഞപ്പോ വേറെ ആള് മേടിച്ചു വേണതാ. അവിടെ വേറെ ആള് അതാണ് ഗൈസ് ഞങ്ങളുടെ അമ്മൂമ്മയുടെ വീട്. ആളെ പാടില്ലടാ ആ വലിയ വരല്ല. നമ്മൾ വീട്ടിലോട്ട് പോകാൻ പോവാണ്. തിരിച്ച് ഞാൻ വിളിച്ചു.
പറഞ്ഞോണ്ട് കിടന്നു. പറഞ്ഞു വീട്ടിലേക്ക് പോവാന്ന് പറ. നമ്മൾ വീട്ടിലോട്ട് പോവാണ്. നോക്കി പറ. നമ്മൾ വീട്ടിലോട്ട് പോവാണ്. കനാല് വന്നതിന് മുമ്പേ പണിതായത് ഇതേ അന്നുള്ള മൊത്തത്തിൽ അത് ഇതിലേക്കുള്ള പൈപ്പ് ഇവിടെ കനാലിന്റെ വെള്ളം വരണ്ടല്ലേ? ക്ലീൻ ആണോ? ഉറവിടാണ് കേട്ടോ. ഇതവിടെ പോത്തിൻ്റെ തൊട്ടൊക്കെ ഉണ്ട്. പോത്തിന് കഞ്ഞി വാങ്ങോട്ടെ എന്നിട്ട് പോകാൻ പോകാം. പോത്താ പോത്തല്ല പിന്നെ പൈപ്പ് വെള്ളം അടിക്കാൻ മഴത്തിന് രാവിലെ വല്ല കഴുകാനാണ്. ഇതെങ്ങനെ ഇവിടെയായിരുന്നു ഒരു പോത്തിന് കഞ്ഞി വെക്കണം. പോത്തിൻ്റെ കഞ്ഞി വെക്കണം സ്ഥലം അല്ലേ? അവിടെ പോത്തിൻ്റെ തൊഴുത്ത് ഉണ്ട്. തൊഴുത്തിൻ്റെ അവിടെ ഉണ്ടല്ലേ? ഒരു പശു നിൽക്കണുണ്ടാ? പശു അത് പശു പോത്ത് ബ്ലാക്ക് കളറായിരിക്കും. ജാക്കാക്കാ അവിടെ പോത്തിൻ്റെ തൊഴുത്തുണ്ട്. ജാതി പറക്കാൻ വന്നിട്ടുണ്ടല്ലോ. പോത്ത് അതെ അച്ഛൻ കാണിച്ചു. ആ അതവിടെ ഒരു ബിൽഡിംഗ് ആണല്ലേ? അതെ. ഇത് പശു തൊഴുത്ത്. അപ്പം അങ്ങോട്ട് പോകാനുള്ള സ്ഥലമൊന്നുമില്ല. വഴിയുണ്ടാവില്ല. ഇത് പോത്തിൻ്റെ തൊഴുത്ത്. ഇത് പശു തൊഴുത്ത്. ഇത് പശു തൊഴുത്ത് അല്ലേ? ഇതിലും കടന്ന് പോവാമോ? കുറേ കിളികളുടെ സൗണ്ട് കണ്ടോടാ? എന്താ? അതെ, ഇവിടെ എന്ന് പറഞ്ഞാൽ കിളികൾ ഇതുള്ളതുകൊണ്ട് ആ ഉണ്ടാക്കണം അല്ലേ? ഓ ഓ പഴയ പശുത്തൊഴുത്താണ്. വാട്ടർഫോൾസ് അല്ല, അവിടെ കനാലിൽ നിന്ന് വെള്ളം വരണം. ആ ഇത് ഇവരുടെ ബിൽഡിങ്, വീടുകളും ഇതൊക്കെ. ബാബാ ആ അപ്പുറത്തല്ലേ? ഇവിടെ അമ്പലം അല്ല, അമ്പലം അതിൻ്റെ അപ്പുറത്ത്. ഇങ്ങനത്തെ സ്ഥലം ഇനി ഇപ്പോൾ അടുത്തൊന്നും നമ്മുടെ അടുത്തൊന്നും ഇല്ല അല്ലേ? ഇതുപോലൊരു സ്ഥലമൊന്നും ആ ആ ആ പറമ്പൊക്കെ ഉണ്ടല്ലേ? പുളി കഴിഞ്ഞോ കാവുൻ്റെ? പറ, ഗൈസിനോട് പറ. എന്ത് കഴിഞ്ഞു? പോണു ദേ അമ്മിണി
ആ ഞാൻ നദി നടക്കാം. നമ്മളെങ്ങോട്ടാ പോണേ? മുത്തച്ഛൻ പറയൂ. ഞാൻ പോത്തിൻ്റെ ഞങ്ങളുടെ പോയി ഞാൻ വെച്ചിട്ട് ആ പോത്ത്. ആ അത് രാത്രി വരൂലേ? രാവിലെ അതിരാവിലെ വരും. വാ. പണ്ടത്തെ പോത്തിൻ്റെ അല്ലേ, ഈ മറ്റേ കൃഷി ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന പോത്തിൻ്റെ അല്ലേ, തൊഴുത്ത് ഉഴുവാനായിട്ട്. അതിപ്പോൾ ഇങ്ങനെയായി. നെൽകൃഷി ഇല്ലവർക്ക്. കൃഷിയില്ല. പാടമുണ്ട്, കൃഷി ചെയ്യണില്ല പൊതുവെ. ഇപ്പോൾ ആൾക്കാർ വെട്ടണ്ടല്ലോ അല്ലേ, രാവിലെ വരണ്ടല്ലോ അല്ലേ, റബ്ബർ വെട്ടാൻ വരണ്ടല്ലോ അല്ലേ. സന്തോഷം തന്നെ അല്ലേ. മോൻ പൊക്കോ. ഏയ് പശു എന്തോ കണ്ട് പേടിച്ചിട്ടേ ഓടുക. ആണോ? പശു അല്ല, കാളയല്ലേ അത്. എവിടത്തെ കന്നാലി? അതെന്തിനാ അവിടെ? നമ്മളെ നോക്കണ്ട്, നമ്മളെ ശ്രദ്ധിക്കുക. ബായ്. എന്തൊക്കെയോ സൗണ്ട്, കുറെ കിളികളുടെ. അത് പോയി. നമുക്ക് പതുക്കെ ഏതായാലും പോവാം. ആ വലിയ ഉണ്ടാവില്ലല്ലേ. ഓ ഒരു കിണറുണ്ട് അവിടെ, കുഴിയുണ്ട് അവിടെ, കാണുന്നില്ല. ഓ ഓ ഇപ്പോഴത്തെ കാര്യങ്ങൾ നോക്കണം. പുള്ളിയാണ് മുളകിനകത്ത് പറിച്ചില്ലേ? മുളകില്ലേ അതിനകത്ത്? ഒന്ന് പിടിച്ചേക്കെ, ഇങ്ങനെ പിടിച്ചോട്ടോ. Lemon to take out of trash. ജനൽ മാറിക്കാണ് മുകളിൽ പേരാടി. ഈ ആൾക്കാർ താമസിക്കാൻ അന്ന് പോലെ റബ്ബർ വെട്ടി പാറ ഒഴിക്കല്ലേ ഉള്ളൂ. പണ്ട് പഴയ കട്ടളം ജനലൊക്കെ. കാടല്ലടാ, ഇത് റബ്ബർ തോട്ടമല്ലേ. പുലിക്കോടാണ് നടക്കുന്നത്.
പിന്നെ കുറേ പക്ഷികൾ. കാട്ടിൽ നടക്കുന്ന ഫീല് വരിക. കുളിക്കാൻ മന്നാർന്നോ ദേവൂടെ? പല ടൈപ്പ് പക്ഷികളുണ്ട്. മന്നാർന്നോ? അച്ഛനോട് പറഞ്ഞാൽ മോള് പോയപ്പോ എടുക്കുമോ നിങ്ങള്? അച്ഛനോട് പറഞ്ഞാൽ ഇപ്പൊ എന്താ ചെയ്യണം നമ്മള്? അച്ഛൻ വരും ഇങ്ങോട്ട്. അച്ഛനോ? അല്ലേ പറഞ്ഞു കൊടുത്തേക്ക്. നമ്മള് നാളെ വീട്ടിലോട്ട് പോകണം. അത് പറ, വഴി ഏതാന്ന് പറ. നമ്മൾ അമ്പലത്തിലോട്ട് പോകണം വഴി. ഇതിൽ നേരെ പോയാൽ പോരെ? വാ, എന്നാ അത് പിടിച്ചേ. കനാലൊക്കെ കാണിക്കും. എന്നാ ഇതിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ആദ്യം കാണിച്ചതേ, ആദ്യം കാണിച്ചു ഒത്തിരി പോയല്ലേ? മുത്തശ്ശൻ പണ്ട് എന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. ആ, ഓർമ്മയില്ലേ? ആ വീട്ടിലോട്ട് പോയിട്ടുമുണ്ട്, അകത്ത് പോയിട്ടുമുണ്ട്. അഞ്ചോ? അഞ്ചാണ് വീഡിയോ എടുക്കുന്നത്. ബാബു ഈ വഴി ചെറിയ വഴി കൂടെ കയറി. മുത്തച്ഛൻ വേറെ വഴി കൂടെ പോയി. നടന്നു. ഇതിലെ വേണേ നേരെ അല്ലേ? ഇല്ല. വാവ്, ഇത് വേനൽക്കാലത്ത് മെയ് ആവുമ്പോൾ മെയ് ഫ്ലവർ എന്ന് പറയും. നല്ലോണം വളരോ? നേരെ കാണുകയാണ് നമ്മള്. ഇത് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? അവിടെയാണ് അമ്പലം, മഴുവന്നൂർ അമ്പലം. മഴുവന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ ശിവന്റെ അമ്പലം അല്ലേ? അതല്ല അല്ലേ? ശിവന്റെ അമ്പലമാണോ അത്? ഭഗവതി ക്ഷേത്രം അല്ല, ശിവന്റെ അമ്പലം ഇപ്പുറത്തുണ്ട് അല്ലേ? ഇവിടെ നിന്ന് ഇത്രയേശേ കാണാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു അമ്പലമുണ്ട്. നമുക്ക് ഇത് കണ്ടിട്ട് ഇവിടെ നിന്നോ, ഞാനൊന്ന് എടുത്തിട്ട് വരാം കേട്ടോ. ആ വാ. നല്ല വ്യൂ. മഴുവന്നൂർ ഭഗവതി ക്ഷേത്രം അല്ലേ? ഇവിടെയൊക്കെ മറ്റേ ഇത് നട്ടേക്കുക.
പൈനാപ്പിൾ നട്ടേക്കാണ്. പോവാം. ഗൈസ്, ഇവിടെ ഒരു അമ്പലമുണ്ട്. ഈ അമ്പലത്തിൽ ഉത്സവമാണ്. നമുക്ക് ഇവിടെ വരാൻ പറ്റില്ല. അപ്പോഴത്തേക്കും ഞങ്ങൾ നമ്മുടെ വീട്ടിലോട്ട് പോവും. അപ്പോൾ നമുക്ക് കാണാം അമ്പലം. ഇവിടെ ലൈറ്റ് സെറ്റ് ചെയ്യണം ഗൈസ്. കാന്താരി മുളക് പറക്കട്ടെ. ഈസി. ഇവിടെയാടാ ഉത്സവം അല്ലേ? നമ്മൾ വന്ന വഴി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് സൗകര്യമില്ലല്ലോ പോവാനായിട്ട്. നമുക്ക് സൗകര്യമുണ്ടോ വീട്ടിൽ? ഇനിയിപ്പോൾ കുറേ വീട്ടിൽ നിന്ന് വന്ന് നിൽക്കാൻ പറ്റുമോ? നിർബന്ധമില്ല, അവിടെ നിൽക്കണം. ഇതൊരു വീട്. കളിയിൽ അല്പം കാര്യം എന്ന് പറഞ്ഞ സിനിമയിലെ ബഹദൂറിൻ്റെ മീനയുടെ വീടത്. നമ്മൾ സിനിമ കണ്ടിട്ടില്ലേ? ഇവിടെയൊക്കെ ആ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മുടെ മുത്തശ്ശൻ്റെ വീട്. ഒരു കൂട്ടം കൂടെ ഉണ്ട് കാണിക്കാനായിട്ട്. നമ്മുടെ ആ സിനിമയിൽ തന്നെ ശങ്കരാടിയുടെ വീടില്ലേ? ശങ്കരാടി കളിയിൽ അല്പം കാര്യത്തിലെ ശങ്കരാടിയുടെ വീടും കൂടെ കാണിച്ചേക്കാം. മാറിക്കടാ, വണ്ടി വന്നിട്ട് കേട്ടോ. അതായത് അതിലല്ല, ഇതാണ്. മാറിടക്ക്. ഇതാണ് ശങ്കരാടി വീട്. ഇവിടെയൊക്കെ മാറി, വഴിയൊക്കെ മാറി, കുറേ വ്യത്യാസങ്ങളൊക്കെ വന്നു. നമുക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണിച്ചേക്കാം. ലിങ്ക് ഇട്ടുതരാം. ഓക്കെ, ശരി ശരി. നമ്മുടെ മുത്തശ്ശൻ്റെ വീട്ടിലേക്ക് എത്തി. മുത്തശ്ശനോട് കുറേ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടല്ലേ? വേനൽക്കാലമാകുമ്പോൾ ചെടി പൂവിടുകയാണ് കൂടുതലാണ്. പൂവേ ഇഷ്ടംപോലെ വരണ കാലമാണ് ഈ വേനൽക്കാലം കേട്ടോ. കുറച്ച് കൂടുതൽ ചെടികളൊക്കെ. അപ്പോൾ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പറഞ്ഞോ. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്തെങ്കിലും. ബൈ ബൈ.